വാട്ട് വിജയ് ഡിഡ് റൈറ്റ് ആൻഡ് വാട്ട് വെന്റ് റോങ് ഫോർ പവൻ കല്യാൺ. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കോറ, റെഡിറ്റ് അങ്ങനെ സോഷ്യൽ മീഡിയയിലെ പല പ്ലാറ്റ്ഫോമുകളിലും നടക്കുന്ന ഒരു ഡിസ്കഷനാണിത്. ഈ ഡിസ്കഷൻ തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് സാക്ഷാൽ പവൻ കല്യാൺ നടത്തിയ ഒരു പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞു, തമിഴ് പൊളിറ്റിക്സ് വളരെ ഈസിയാണ്, കട്ടൗട്ടും ഹോളോഗ്രാമും വെച്ച് പെട്ടെന്ന് ചക്കുക CM ആയി പോയി, ഞാനൊക്കെ 15 വർഷമായിട്ട് തെരുവായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ആൻഡ് അദ്ദേഹത്തിന്റെ പഴയ സിനിമകളുടെയും മറ്റു ഓഡിയോ ലോഞ്ചിലെ പ്രസംഗങ്ങൾ കണ്ടിട്ടുള്ളവർക്കറിയാം, അത് പുള്ളി സംസാരിക്കുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ ചെറിയൊരു കോമഡി കലർന്ന രീതിയിൽ, ചെറിയൊരു സർക്കാസം കലർന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കാറുണ്ട്. ഇൻഫാക്ട് അയാൾ വിജയിനെ സത്യത്തിൽ അഭിനന്ദിക്കുകയായിരുന്നു പെട്ടെന്ന് CM ആയതിൽ. പക്ഷെ കുറെ പേര് ആ ഒരു സ്പീച്ചിനെ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തു. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഈവൻ കേരളത്തിൽ വരെ കുറെ പേര് നന്നായുള്ളൂടാണ് ഈ മുഖ്യമന്ത്രി ആവാഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പവൻ കല്യാണിനെ കളിയാക്കിയൊക്കെ വീഡിയോ ചെയ്യുന്നത് കണ്ടു. ആ സമയത്ത് ഞാൻ ചുമ്മാ ക്യൂരിയോസിറ്റി കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് റിസർച്ച് ചെയ്യാൻ പോയി. അങ്ങനെ റിസർച്ച് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കോറയിൽ ഒരു തെലുങ്കൻ തന്നെ എഴുതിയ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് കാണാനിടയായി. അപ്പൊ ആ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിന്റെ കൂടെ ഞാൻ റിസർച്ച് ചെയ്ത കുറെ കാര്യങ്ങളും. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഷോ ബിസിനസ്സിൽ ഉള്ള ആളുകൾ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്ന് അവർക്ക് പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റുന്നു. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഷോ ബിസിനസ്സിലുള്ള എല്ലാവരും സക്സസ് ആവുന്നുണ്ടോ, അതൊക്കെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും മാത്രം നടക്കുന്ന കാര്യമില്ലേ? അല്ല, സ്വന്തം പാർട്ടി തുടങ്ങിയിട്ടല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഗണേഷ് കുമാറും രമേഷ് പിഷാരടിയും മുകേഷും എല്ലാം സിനിമാ നടന്മാരാണ്. അപ്പൊ നമ്മൾ വിചാരിക്കാം ഇതൊരു പക്ഷേ ഇന്ത്യയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മിഥുൻ ചക്രവർത്തി നോർത്ത് ഇന്ത്യയിൽ ഇതുപോലെ രാഷ്ട്രീയത്തിൽ ആക്റ്റീവ് ആയിരുന്നു. അതുപോലെ കുറച്ച് ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ, ഹേമമാലിനി BJP-യുടെ കാൻഡിഡേറ്റ് ആയിരുന്നു, അങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ അതൊരു ഇന്ത്യൻ ഏഷ്യൻ തിങ് ആണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സാക്ഷാൽ അർണോൾഡ് ഷ്വാസ്നഗർ, അദ്ദേഹം കാലിഫോർണിയയുടെ ഗവർണർ ആയിരുന്നു. ആൻഡ് ഇപ്പോഴത്തെ ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി, പുള്ളിക്കാരൻ TV ആക്ടറും പരിപാടിയൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ യുദ്ധം തുടങ്ങിയ സമയത്ത് കേട്ടിട്ടുള്ളതാണ്. അപ്പം ദർ ഇസ് നോ ബിസിനസ് ലൈക്ക് എ ഷോ ബിസിനസ് എന്ന് പറയും. ഷോ ബിസിനസ്സിലൂടെ തങ്ങളുടെ മുഖം ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ എല്ലായിടത്തും വോട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ഫാമിലി വോട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരുപാട് കുടുംബങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഷോ ബിസിനസ്സിലുള്ള പലരും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന് വലിയ സക്സസ് ആയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്വന്തമായിട്ട് പാർട്ടി തുടങ്ങുക എന്നൊരു പോയിന്റ് ആണ്. അതൊരു പക്ഷേ ലോകത്തിന്റെ പല ഭാഗത്തിനേക്കാൾ കൂടുതൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എളുപ്പം സൗത്ത് ഇന്ത്യയിലായിരിക്കും. സൗത്ത് ഇന്ത്യയിൽ ഈ ട്രെൻഡ് തുടങ്ങി വെച്ച ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് MGR, ഇനി ഒന്ന് NTR. ഇത് രണ്ടും റെസ്പെക്റ്റീവായിട്ട് തമിഴ്, തെലുഗു സ്റ്റേറ്റുകളിലാണ്. ആൻഡ് അതിനുശേഷം അവർ രണ്ടുപേരും സ്വന്തം പാർട്ടി തുടങ്ങി മുഖ്യമന്ത്രി. അതിൽ തന്നെ NTR ഏറ്റവും ഷോർട്ടസ്റ്റ് സ്പാനിൽ 9 മാസം കൊണ്ട് CM ആയ ആളാണ് എന്നാണ് പറയുന്നത്, തെലുങ്ക് ദേശം പാർട്ടി തുടങ്ങിയിട്ട്. MGR ആവട്ടെ ഒരുപാട് നാള് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയമുണ്ടായിരുന്നു, DMK-യുടെ MLA ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ADMK തുടങ്ങി, അങ്ങനെ അദ്ദേഹവും മുഖ്യമന്ത്രിയായി. അതിനുശേഷം ഒരുപാട് സിനിമാ നടന്മാര് സൗത്ത് ഇന്ത്യയിൽ സ്വന്തമായിട്ട് പാർട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയായത് ഒരു വിജയ് മാത്രമായിരുന്നു. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പം വിജയകാന്ത് ഒരു ഇടക്കാലത്ത് തമിഴ്നാട് പൊളിറ്റിക്സിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള മൂന്നാമത്തെ മുന്നണി പോലെയായിരുന്നു. പുള്ളിക്കാരന് ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ 33% വോട്ട് ഗ്യാദർ ചെയ്യാൻ പറ്റി എന്നൊക്കെ ഞാനൊരു സർവേ വായിച്ചിട്ടുണ്ട്. ആൻഡ് ജയലളിതയ്ക്ക് എന്താ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ വിജയകാന്ത് മറുപടി കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. കേട്ടതുക്ക് താൻ ബദിൽ സ്വർണം എന്നൊക്കെ പറയുന്ന വീഡിയോസ് നമ്മൾ കണ്ടു കാണും. സോ വിജയകാന്ത് ഇതുപോലെ സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങിയിരുന്നു. ശരത് കുമാർ സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങിയിരുന്നു. കമൽഹാസൻ സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങിയിരുന്നു. ഈ 3 പാർട്ടികളിൽ വിജയകാന്തിന്റെ പാർട്ടിയാണ് അപ് ടു ആൻ എക്സ്റ്റെന്റ് സക്സസ് ആയത് എന്ന് നമുക്ക് പറയാം. ആൻഡ് രജനീകാന്ത് പാർട്ടി തുടങ്ങും എന്നുള്ള അഭ്യൂഹങ്ങൾ 2 പ്രാവശ്യം വന്നിരുന്നു എന്നാണ് പറയുന്നത്. 1996 GK മൂപ്പനാര് എന്ന് പറയുന്ന കോൺഗ്രസ് ലീഡറുമായിട്ട് രജനീകാന്ത് ഒരു കൂടിക്കാഴ്ച മീറ്റിംഗ് വെച്ചു. അപ്പൊ ആ സമയത്ത് എല്ലാവരും വിചാരിച്ചു, ഓക്കെ, രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോവുകയാണ് എന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ദെൻ 2018 രജനീകാന്ത് സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ചു. പിന്നീട് അദ്ദേഹം ദൈവം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇന്ന് ബാക്ക് ഔട്ട് ചെയ്യായിരുന്നു. എനിവേ, സിനിമ നടന്മാരുടെ ഇങ്ങനെ സ്വന്തമായിട്ടുള്ള പാർട്ടി വെഞ്ചറുകൾ അത് ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ. കർണാടകത്തിൽ ഉപേന്ദ്ര സ്വന്തമായിട്ട് ഒരു പാർട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ തെലുഗു സ്റ്റേറ്റ്സിൽ പവൻ കല്യാൺ ഈ ജനസേന തുടങ്ങുന്നതിന് മുൻപ് പവൻ കല്യാണിന്റെ സഹോദരൻ മെഗാസ്റ്റാർ ചിരഞ്ജീവി പ്രജാരാജ്യം എന്ന് പറഞ്ഞൊരു പാർട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് 2008 എന്തോണ്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ പാർട്ടിയുടെ ലോഞ്ചിന്, ഇപ്പൊ വിജയുടെ പാർട്ടി ലോഞ്ച് ചെയ്ത സമയത്ത് 10 ലക്ഷം പേര് വന്നു എന്ന് പറഞ്ഞതുപോലെ പ്രജാരാജ്യത്തിന്റെ ലോഞ്ചിന് എന്തോ ഭയങ്കര റെക്കോർഡ് എമൗണ്ട് ഓഫ് ആളുകൾ വന്നിരുന്നു. ആ ആളുകളെല്ലാം വോട്ടായി മാറും എന്ന് ആളുകൾ ചിന്തിച്ചു. പക്ഷെ പിന്നീട് പ്രജാരാജ്യത്തിനൊക്കെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. എനിവേ, നമ്മളിപ്പം സ്പെസിഫിക്കലി 4 പേരുടെ കാര്യങ്ങളാണ് നോക്കുന്നത് വിജയ്ക്ക് മുമ്പ് വന്ന. ഒന്ന് രജനീകാന്ത്, ഒന്ന് ചിരഞ്ജീവി, ഒന്ന് പവൻ കല്യാൺ
ആൻഡ് കമൽഹാസൻ. അപ്പം കമൽഹാസന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കമൽഹാസൻ മാസസുമായിട്ട് എത്രത്തോളം കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം ഒരു പോപ്പുലർ ആക്ടറാണ്, പക്ഷേ ഒരു സ്റ്റാർഡം രജനീകാന്ത് എൻജോയ് ചെയ്തിരുന്ന പോലെ ഭയങ്കര ഹ്യൂജ് നമ്പർ ഓഫ് ക്രേസി ഫാൻസ് ഉള്ള ഒരു സ്റ്റാർഡം പുള്ളിക്കാരന് പോസ്റ്റ് 90s ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഈ കൂട്ടമെല്ലാം വോട്ടാകാത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതുപോലെ. ആൻഡ് രജനീകാന്ത് രജനീകാന്തിന്റെ രാഷ്ട്രീയത്തിൽ രണ്ട് മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ഇപ്പൊ വിജയ് ഒരുപാട് വർഷങ്ങളായിട്ട് 30 വർഷത്തോളമായിട്ട് അദ്ദേഹം പൊളിറ്റിക്കൽ എൻട്രി പ്ലാൻ ചെയ്യുന്ന ആളാന്ന് പറയുന്നു. ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും രജനീകാന്തിന് കിട്ടിയ സെറ്റ് ബാക്കുകളിൽ നിന്ന് വിജയ് ഒരു ലെസൺ ആയിട്ട് എടുത്തിട്ടുണ്ടാവണം. ഒന്നാമത്തെ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് രജനീകാന്ത് പാർട്ടി തുടങ്ങിയ പ്രായമാണ്. അദ്ദേഹത്തിന് ഏകദേശം 68 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം പാർട്ടി ഞാൻ തനിക്കക്ഷി ആരംഭിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ എതിർക്കുന്ന ആളുകൾ അന്ന് അതൊരു വലിയ ടൂളാക്കി. ഓക്കെ, നിങ്ങൾ 10, 40, 50 വർഷം സിനിമയിൽ അഭിനയിച്ച് ഉണ്ടാക്കാവുന്ന പണമൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ ലൈഫ് സെറ്റിലായി. ഇനിയിപ്പോ പഴയ പോലെ അഭിനയിക്കാനും ആക്ഷൻ ചെയ്യാനും ഉള്ള ആരോഗ്യമൊന്നുമില്ല. അപ്പൊ ഒരു റിട്ടയർമെന്റ് പ്ലാൻ ആയിട്ടാണോ നിങ്ങൾ സിനിമ വിട്ടിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? നിങ്ങൾക്ക് എന്താ ഇത്രയും നാൾ ഇതിനുള്ള സമയം കിട്ടിയില്ലേ എന്ന് ചോദിച്ചിരുന്നു. മേ ബി ആ ഒരു സംഭവം കണ്ടതുകൊണ്ട് തന്നെയായിരിക്കണം വിജയ്, അദ്ദേഹം തന്നെ പറയാറുള്ള, പുള്ളിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കരിയറിന് ഉച്ചം 50-52 വയസ്സുള്ളപ്പം സിനിമയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ചോദ്യം, അതായത് 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർമെന്റ് പ്ലാൻ ആയിട്ട് മുടിയൊക്കെ നരച്ച് വയ്യാണ്ടാവുമ്പോഴാണോ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് വിജയ് രക്ഷപ്പെട്ടു. വിജയ് ഒരുപക്ഷെ നോട്ട്സ് എടുത്തിട്ടുണ്ടാവണം രജനീകാന്തിന് കിട്ടിയ ഈ ഫീഡ്ബാക്കിൽ നിന്ന്. രണ്ടാമത്തേത്, ഈ പാർട്ടി അനൗൺസ് ചെയ്തിട്ട് രജനീകാന്ത് 1-2 സ്ഥലങ്ങളിൽ പ്രസംഗം നടത്തി. ഞാൻ MGR അല്ല, എനിക്ക് പക്ഷേ MGRന്റെ നല്ല ഭരണം തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഏതോ കോളേജിലൊക്കെ പ്രസംഗിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞ നല്ലൊരു കാര്യം ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ എല്ലാവരും തന്നെ നല്ല ഇംഗ്ലീഷ് പഠിക്കണം, സംസാരിക്കണം, അതിന്റെ ആവശ്യകതയെക്കുറിച്ചില്ല. പക്ഷേ ഈ പാർട്ടി അനൗൺസ് ചെയ്ത ശേഷം നടത്തിയ പ്രസംഗങ്ങളിൽ രജനീകാന്ത് 1-2 സ്ഥലത്ത് ഒരു വാക്ക് ഉപയോഗിച്ചു. ആ വാക്ക് ഇതുപോലെ അദ്ദേഹം ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിച്ചതെന്ന് നമുക്കറിയില്ല, പക്ഷെ ഭീകരമായിട്ട് മിസ് ഇന്റർപ്രറ്റ് ചെയ്യപ്പെട്ടു. ആ വാക്ക് ഇതായിരുന്നു: ആത്മീക അരസിയൽ. മലയാളത്തിൽ പറഞ്ഞാൽ ആത്മീയ രാഷ്ട്രീയം, സ്പിരിച്വൽ പൊളിറ്റിക്സ്. സോ രജനീകാന്ത് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണ്. ഇപ്പൊ ബാബ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിയുടെ റിയൽ ലൈഫ് ഇന്റർവ്യൂസ് ശ്രദ്ധിക്കുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം, ഈവൻ ചില ഇന്റർവ്യൂസിൽ ഒരു അദ്ദേഹം ഇങ്ങനെ ഒരു മുദ്രയൊക്കെ കാണിച്ച് 2 വിരലുകളൊക്കെ കൂട്ടിപ്പിടിച്ചിരുന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ രജനീകാന്ത് സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം ആ ഒരു മീനിങ്ങിലാണോ സ്പിരിച്വൽ പൊളിറ്റിക്സ് എന്ന് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല. പക്ഷെ പുള്ളിയുടെ ഈ വാക്ക്, അദ്ദേഹം BJPയുടെ ബി ടീമാണ് എന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിൽ ഒരുപാട് സ്പെക്യുലേഷൻസ് വരാൻ തുടങ്ങി. അതും അദ്ദേഹത്തിനെതിരെ ബാക്ക് ഫയർ ചെയ്ത് കാണണം. എനിവേ, അദ്ദേഹം അവസാനം ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല, എനിക്ക് ഈ ആരോഗ്യം സമ്മതിക്കുന്നില്ല, ദൈവം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ ഒരു ഫെയിലിയർ പോലെ, അല്ലെങ്കിൽ ആ തീരുമാനം പിൻവലിച്ച് രാഷ്ട്രീയമേ വേണ്ടെന്ന് വെച്ച് അദ്ദേഹം പോവുകയായിരുന്നു. രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ ആള്, കമലും രജനിയും കഴിഞ്ഞു, ചിരഞ്ജീവിയാണ്. ചിരഞ്ജീവി ഇതുപോലെ പ്രജാരാജ്യം പാർട്ടി ലോഞ്ച് എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് കാണാൻ പറ്റും. വൻ സക്സസ്, അതായത് വലിയ ക്രൗഡ്. ഈ വില്ലുവണ്ടിയിൽ വിജയ് വന്നപ്പോൾ വന്ന പോലെ തന്നെയുള്ള വമ്പൻ ക്രൗഡായിരുന്നു ചിരഞ്ജീവി പാർട്ടി അനൗൺസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത്, പ്രജാരാജ്യത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ചിരഞ്ജീവിക്ക് ഇതുപോലെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള 2 കാര്യങ്ങൾ, ഇത് ഞാൻ ആ കോറയിലെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, അദ്ദേഹം ഒരു തെലുഗു ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം തന്നെ എഴുതി വെച്ച കാര്യമാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഈ ഒരു ലെസൺ വിജയ് നോട്ട് എടുത്ത് തന്നെ ചെയ്തിട്ടും ഉണ്ടാവും. കാരണം ചിരഞ്ജീവിക്ക് ആദ്യം കിട്ടിയ സെറ്റ് ബാക്ക് എന്ന് അദ്ദേഹം പറയുന്നത്, പുള്ളി പാർട്ടി തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, 80കളിൽ അഭിനയം തുടങ്ങിയ ആളാണ് ചിരഞ്ജീവി. അപ്പം 2008 ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് 28 വർഷമായി. അപ്പൊ അത്രയും കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ചെറിയ പദവികൾ പ്രതീക്ഷിച്ചിരുന്നു. ഒരു പഞ്ചായത്ത് ഇലക്ഷനിലെങ്കിലും അണ്ണൻ നമുക്ക് സീറ്റ് തരുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്കൊക്കെ നമ്മളെ മത്സരിപ്പിക്കാൻ നിർത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അത് പ്രതീക്ഷിച്ച എല്ലാവർക്കും, അല്ലെങ്കിൽ പലർക്കും അങ്ങനെ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് അവര് തന്നെ തിരിച്ചുകുത്തി എന്ന് പറയുന്ന ഒരു അനാലിസിസ് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം സ്വന്തം പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വിജയ് ഫാൻസ് അസോസിയേഷൻ, അല്ലെങ്കിൽ വിജയ് മക്കൾ ഇയക്കത്തിന്റെ പേരിൽ 2021 മറ്റോ നടന്ന തമിഴ്നാട് പഞ്ചായത്ത് ഇലക്ഷനിൽ വിജയ് സ്വന്തം ഫാൻസിനെ പല സ്ഥലങ്ങളിൽ മത്സരിപ്പിച്ചു. അതിൽ തന്നെ ഓൾമോസ്റ്റ് 80 സംതിങ് സീറ്റ് അദ്ദേഹത്തിന് കിട്ടി. 100 മറ്റോ സീറ്റുകൾ അദ്ദേഹത്തിന് കിട്ടി എന്നാണ് പറയുന്നത്. അതായത് എന്റെ പേരിൽ ആളെ നിർത്തിയാൽ ആളുകൾ വോട്ട് ചെയ്യുമോ എന്നൊരു ടെസ്റ്റ് ഡോസും അടിക്കാം. വർഷങ്ങളായിട്ട് ഇവരൊക്കെ ഉണ്ട്, ഞാൻ അണ്ണന്റെ ഫാൻസ് അസോസിയേഷനിലുള്ളതാണ്, എനിക്ക് അണ്ണൻ ഒരു സീറ്റ് തന്നു എന്ന് പറഞ്ഞ് ഫാൻസിനൊരു ബൂസ്റ്റ്, മൊറാലെ ബൂസ്റ്റും കൊടുക്കാം,
മോർ ഓവർ ഓക്കെ ഇയാളുടെ പാർട്ടിയിൽ ചേർന്നാൽ ഇങ്ങനെയൊക്കെയാണ് സീറ്റ് കിട്ടും എന്ന് പൊതുജനങ്ങൾക്കിടയിലും ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതായിരിക്കണം. എന്തായാലും ചിരഞ്ജീവിക്ക് പറ്റിയ മിസ്റ്റേക്ക് വിജയ്ക്ക് പറ്റിയില്ല. വിജയ് ആ കാർഡ് ഗംഭീരമായിട്ട് കളിച്ചു. ആൻഡ് ദെൻ ഇനി ചിരഞ്ജീവിക്കും പവൻ കല്യാണിനും സംഭവിച്ച ഒരു കോമൺ കാര്യമുണ്ട്. ജസ്റ്റ് കഥയിലെ കഥാപാത്രങ്ങൾ ചെറുതായിട്ടൊന്ന് മാറും, പക്ഷേ ആ കഥയുടെ പോക്ക് അല്ലെങ്കിൽ കഥ എന്ന് പറയുന്നത് ബേസിക്കലി സെയിം ആണ്. ചിരഞ്ജീവി കോണ്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആന്ധ്ര പൊളിറ്റിക്സിൽ രണ്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആളുകളാണുള്ളത്. ഒന്ന് YS രാജശേഖര റെഡ്ഡി, രണ്ട് തെലുങ്ക് ദേശത്തിൽ NTR മരിച്ച ശേഷം സക്സസറായി വന്ന അദ്ദേഹത്തിന്റെ തന്നെ മരുമകൻ CBN ചന്ദ്രബാബു നായിഡു. സോ ചിരഞ്ജീവി വിജയകാന്ത് തമിഴ്നാട്ടിൽ ചെയ്ത പോലെ വലിയൊരു വോട്ട് സ്പ്ലിറ്റ് വോട്ട് ഷെയർ അദ്ദേഹത്തിന് കിട്ടി. പക്ഷെ അങ്ങനെ കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും പോയത് അനാലിസിസിൽ വായിച്ചതാണ് തെലുങ്ക് ദേശത്തിന്റെ വോട്ടുകളായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രബാബു നായിഡുവിനെ തോപ്പിച്ചിട്ട് YS രാജശേഖര റെഡ്ഡി മുഖ്യമന്ത്രിയായി. ആൻഡ് പിന്നീട് ചിരഞ്ജീവിക്ക് ചിലപ്പോൾ ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ അദ്ദേഹം പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം പിന്നീട് പാർട്ടി ഒരു ഘടകകക്ഷിയായിട്ട് നിൽക്കുക പോലും അല്ല, ആ പാർട്ടി മൊത്തത്തിൽ കോൺഗ്രസിൽ ലയിപ്പിച്ചു. അപ്പം അത് എഴുതിയ ആ അനാലിസിസിൽ ആ തെലുങ്കൻ ചേട്ടൻ പറയുന്നുണ്ട്, സത്യത്തിൽ ചിരഞ്ജീവി അന്ന് കോൺഗ്രസിൽ ലയിക്കാതെ ആ പാർട്ടിയുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ YS രാജശേഖര റെഡ്ഡി കുറച്ചു കഴിഞ്ഞ് ഒരു അപകടത്തിൽ മരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ചിരഞ്ജീവിക്ക് ഇതുപോലെ ഒരു ഓൾട്ടർനേറ്റീവ് ലീഡറായിട്ട് പൊങ്ങി വരാനുള്ള സാധ്യത എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ചിരഞ്ജീവി അപ്പോഴേക്കും കോൺഗ്രസിൽ ലയിച്ചത് കൊണ്ട് തന്നെ അവിടെ അടുത്തൊരു ഓൾട്ടർനേറ്റീവ് ലീഡർ പൊങ്ങി വന്നു, YSRന്റെ മകൻ ജഗൻ മോഹൻ റെഡ്ഡി. ആൻഡ് ഈ 2009 ആന്ധ്രയിൽ സംഭവിച്ച ഇതേ കഥയുടെ തനിയാവർത്തനം പോലെ 2019 സംഭവിച്ചു. ചന്ദ്രബാബു നായിഡു അപ്പോഴും അവിടെയുണ്ട്. ചിരഞ്ജീവിക്ക് പകരം പവൻ കല്യാൺ വന്നു, YSRന് പകരം YS ജഗൻ വന്നു, പ്രജാരാജ്യത്തിന് പകരം പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി വന്നു. അപ്പൊ അന്ന് സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു. പവൻ കല്യാൺ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നിന്നു. സ്വാഭാവികമായിട്ടും ഫാൻസ് ഉള്ള ആളാണ്. തെലുങ്ക് ദേശം പാർട്ടിക്ക് പോകേണ്ട കുറേയേറെ വോട്ടുകൾ പവൻ കല്യാൺ അടർത്തിയെടുത്തു. അങ്ങനെ തെലുങ്ക് ദേശം പാർട്ടി വീണ്ടും പൊട്ടി. YS ജഗൻ മോഹൻ റെഡ്ഡി അവിടുത്തെ മുഖ്യമന്ത്രിയായി. അപ്പൊ പവൻ കല്യാണിന്റെ ഒരു തിരിച്ചറിവുണ്ടായി കാണണം. ഒന്ന് ചേട്ടൻ ചെയ്ത പോലെ പാർട്ടി അങ്ങ് ലയിപ്പിച്ചു കളയാൻ പുള്ളി തീരുമാനിച്ചില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എനിക്കും അല്ലെങ്കിൽ ആർക്കും കിട്ടാണ്ട് പോകും, പകരം എന്ത് ചെയ്യാം, YS ജഗൻമോഹൻ റെഡ്ഡിയെ താഴെ ഇറക്കണം. അതുകൊണ്ട് തൽക്കാലം ചന്ദ്രബാബു നായിഡുവിന്റെ ഘടകകക്ഷിയായിട്ട് നിൽക്കാൻ പവൻ കല്യാൺ തീരുമാനിച്ചു. അങ്ങനെ പവൻ കല്യാൺ NDA TDP ഒക്കെയുള്ള ഒരു അലയൻസിലേക്ക്, BJPയും TDPയും ചേർന്നുള്ള NDA അലയൻസിലേക്ക് അദ്ദേഹം പോയി. പക്ഷെ ഇതും ബാക്ക് ഫയർ ചെയ്തു എന്ന് കുറെ പേര് പറയുന്നുണ്ട്. കാര്യം ആന്ധ്രയിലൊക്കെ BJP സ്ട്രോങ് ആണ്. എന്നിരുന്നാലും പവൻ കല്യാണിന്റെ ഫാൻസ് ഇനീഷ്യലി അദ്ദേഹം ഒരുപാട് സിനിമകളിൽ ഒരു ലെഫ്റ്റ് മനോഭാവമുള്ള ആളായിട്ടാണ് കാണപ്പെട്ടത്. പെട്ടെന്ന് പുള്ളി റൈറ്റ് വിങ്ങിലേക്ക് പോയതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ ഉദ്ദേശിച്ച ഇമ്പാക്ട് തെലുഗു പൊളിറ്റിക്സിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ വിജയ്ക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് കിട്ടിയ ഒരു കാര്യമായിരുന്നു. ഇപ്പൊ ചിരഞ്ജീവി മത്സരിക്കുമ്പോഴും രണ്ട് പവർഫുൾ ലീഡേഴ്സ് അവിടെ ജീവനോടെയുണ്ട്, പവൻ കല്യാൺ മത്സരിക്കുമ്പോഴും ഉണ്ട്. പക്ഷെ വിജയ് മത്സരിക്കുന്ന സമയത്ത് സൂപ്പർ പവർഫുൾ ആയിരുന്നല്ല രണ്ടുപേരും ഓൾറെഡി മരിച്ചു. ജയലളിത മരിച്ചിരുന്നു, കരുണാനിധി മരിച്ചിരുന്നു. ആൻഡ് സ്റ്റാലിൻ ശരിയാണ് 30 വർഷത്തോളമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹം പതിയെ കരുണാനിധിയെ റീപ്ലേസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും രണ്ട് ലീഡേഴ്സിനോട് ഏറ്റുമുട്ടേണ്ട ഗതികേട് സത്യം പറഞ്ഞാൽ വിജയ്ക്ക് ഉണ്ടായിരുന്നില്ല, പവൻ കല്യാൺ ഉണ്ടായിരുന്ന പോലെ. കാരണം ഇപ്പം എടപ്പാടി പളനിസ്വാമി ആണെങ്കിലും അല്ലെങ്കിൽ O പനീർശെൽവം ഒക്കെ ആണെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ. ജയലളിതയുടെ ഇമ്പാക്ട് ഒന്നും അവർക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പൊ വിജയ്ക്ക് അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ് കിട്ടി. ആൻഡ് ഈ പറഞ്ഞ രജനീകാന്തിന്റെ ലേറ്റ് ആയിട്ട് പ്രായം ഒരുപാട് വൈകിയ ശേഷമുള്ള എൻട്രി വിജയ് വേണ്ടെന്ന് വെച്ചു. ചിരഞ്ജീവിയുടെ പഞ്ചായത്തിൽ ഇലക്ഷൻ പോലും സീറ്റ് കിട്ടാത്ത ഫാൻസ് ഡെസ്പറേറ്റ് ആയിട്ടുള്ള അവസ്ഥ കണ്ടതുകൊണ്ടായിരിക്കണം ഫാൻസിന് പഞ്ചായത്ത് ഇലക്ഷനിൽ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ആൻഡ് ചിരഞ്ജീവിയും പവൻ കല്യാണും ചെയ്തതുപോലെ പാർട്ടി ലയിപ്പിക്കാനോ ഘടകകക്ഷിയായിട്ട് നിൽക്കാനോ തീരുമാനിച്ചില്ല. ജയിച്ചാൽ ജയിക്കട്ടെ, തോറ്റാൽ തോക്കട്ടെ എന്നുള്ള ധൈര്യം വെച്ച് ഒറ്റയ്ക്ക് നിൽക്കാൻ വിജയ് തീരുമാനിച്ചു. ഈ 3 കാര്യങ്ങളുമായിരിക്കണം വിജയിയെ മുഖ്യമന്ത്രിയാക്കിയതും പവൻ കല്യാണിന് ഇപ്പോഴും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഒതുങ്ങേണ്ടി വരുന്നതും. ബട്ട് ഇവിടെ ഒന്നും തീരുന്നില്ല. വിജയ് മുഖ്യമന്ത്രി ആയി എന്ന് പറയുമ്പോഴും പവൻ കല്യാൺ മുഖ്യമന്ത്രി ആയില്ല എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തമിഴ്നാട്ടിലെ മൊത്തം സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റ് TVKക്ക് കിട്ടിയിട്ടില്ല. 108 സീറ്റിലാണ് TVK ജയിച്ചത്. ബാക്കി 117ഓളം സീറ്റുകളിൽ 117ആണ് അവിടെ വേണ്ട മെജോറിറ്റി. അത് വിജയ്ക്ക് ഒപ്പിക്കാൻ സാധിച്ചില്ല. അപ്പൊ ബാക്കി 117ഓളം വരുന്ന സീറ്റുകളിൽ മറ്റ് പാർട്ടികളാണ് ജയിച്ചത്. അത് പക്ഷെ രണ്ട് പ്രബല പാർട്ടികളായതുകൊണ്ട് തന്നെയാണ് വിജയ്ക്ക് ഘടകകക്ഷികളെ കൂട്ടുപിടിച്ച്, ഇപ്പം കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള അവരുടെ ഒരു തിരുമാവളവന്റെ ഒരു പാർട്ടി, തന്നെ അവിടുത്തെ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ഇവരെല്ലാം കൂട്ടുപിടിച്ചിട്ടാണ് വിജയ് മുഖ്യമന്ത്രിയായത്.
ഇനി കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ തമിഴ്നാടിന്റെ 50% ആളുകൾ പോലും അപ്പൊ വിജയ് മുഖ്യമന്ത്രിയായി വരണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ 117 സീറ്റുകളെങ്കിലും അദ്ദേഹത്തിന് ഒപ്പിക്കാൻ പറ്റിയേനെ. 108 സീറ്റുകളെ പുള്ളിക്ക് കിട്ടിയിട്ടുള്ളൂ. ആൻഡ് ഈ 108 സീറ്റുകളിൽ പോലും ചില സീറ്റുകളിലെല്ലാം തന്നെ ചെറിയ നമ്പറുകൾക്കാണ്, അതായത് വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് വിജയുടെ കാൻഡിഡേറ്റ്സ് ജയിച്ചിട്ടുള്ളത്. സോ ഇതൊരു അതിഗംഭീര വിജയമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ പൊളിറ്റിക്കൽ എൻട്രി നടത്തി, സൂപ്പർ സ്റ്റാറുകൾ നടത്തി, സ്വന്തം പാർട്ടി തുടങ്ങി നടത്തിയ എഫേർട്ടുകളിൽ ഒരു ഗംഭീരമായിട്ടുള്ള അച്ചീവ്മെന്റ് ആണിത്. എനിവേ, ഭാവിയിൽ വിജയ്ക്കും പവൻ കല്യാണിനും ഒക്കെ മുഖ്യമന്ത്രിമാരായിട്ട് അതായത് സംസ്ഥാനങ്ങളുടെ നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ അനാലിസിസ് ഇഷ്ടമായെങ്കിൽ എന്താണ് ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യാം. താങ്ക് യു.